ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയെ നീലിമയുടെ ഗുണ്ടകളും ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നീലിമ നേരെ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ ഞാനിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരികെ കിട്ടണമെങ്കിൽ എനിക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്നെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ 50 ലക്ഷം അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇവൻ്റെ പേരിലുള്ള ആ ഷോപ്പ് അത് എനിക്ക് എഴുതി തരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എടി നാണം കെട്ടവളെ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയോടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് നിനക്കറിയില്ല, അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ തട്ടിക്കയറുന്നത്. നിനക്ക് കേൾക്കണോ നിന്റെ ഭർത്താവിൻ്റെ ശബ്ദം എന്ന് പറയുന്നിട്ട് ഒരു ഗുണ്ടയാണെങ്കിൽ അവനെ ഇങ്ങനെ വേദനിപ്പിക്കുകയാണ്. എന്തോ കയ്യിലെന്തോ പിച്ച് എന്നുള്ളൂ, അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്, അമർത്ത് എന്തോ ചെയ്യാണ്. അപ്പോൾ അവൻ ശ്രുതിയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. എന്തായാലും ശ്രുതി പേടിക്കുന്നുണ്ട്. ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാണ് ശ്രുതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ. അങ്ങനെ എന്തായാലും നമ്മുടെ മീരയുടെ അരികിൽ നിന്നിട്ടാണ് ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നത് നീലിമ. അപ്പോൾ മീര അരികിലുണ്ട്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മീരയോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗം. അപ്പോൾ നിനക്ക് സച്ചിയോട് പറഞ്ഞൂടെ എന്ന് നമ്മുടെ മീര ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെ പറയാനാണ്, സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നീലിമയെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നീലിമ പൈസ ഞങ്ങൾക്ക് തന്ന കാര്യമൊക്കെ അവനറിയില്ല, അത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാകും. തന്നെയല്ല, ഈ 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളത് അച്ഛന് കൊടുക്കാത്തതിലും ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയതെന്നും, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പൈസ എവിടെ, എൻ്റെ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും ആയിരിക്കും പിന്നെ സച്ചിക്ക്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ വള്ളി പിടിച്ച് സച്ചി പിന്നെ എന്തായാലും മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് സച്ചി ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ശ്രുതിയും പറയുകയാണ്. എന്തായാലും നമ്മുടെ സച്ചി ആണെങ്കിൽ ഗജാനന്ദൻ്റെ അരികിൽ നിന്നും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗജാനന്ദനെ തല്ലി ചതച്ചപ്പോഴും ഗജാനന്ദൻ പറയുന്നുണ്ട്, ഞാനല്ല നിന്റെ ഭാര്യയെ അപകടപ്പെടുത്തിയത്, ഞാനല്ല എന്ന് പറയുന്നത്. നീ എന്നെ ഇങ്ങനെ കുറ്റക്കാരനാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പ്രതി എന്തായാലും അവർ രക്ഷപ്പെടും, അവൻ സുഖമായിട്ട് നിൽക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവനല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കാര്യം സച്ചി നമ്മുടെ രേവതിയോട് വന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയാളല്ല, ഗജാനന്ദനല്ല എന്നെ അപകടപ്പെടുത്തിയതെങ്കിൽ പിന്നെ ആരാ എന്നെ അപകടപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്, എനിക്കും അത് തന്നെയാണ് മനസ്സിലാകാത്തത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചർച്ചയിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതിയും പെട്ട രീതിയിലാണ് ഒരാൾ സഹായത്തിന് വിളിക്കാൻ പോലും ഒരാളെയും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോലീസിൽ അറിയിക്കാൻ പറ്റില്ല, എല്ലാം കൊണ്ടും പ്രശ്നത്തിലായിരിക്കുകയാണ് ശ്രുതിയും. ഈ രേവതിയെയും സച്ചിയെയൊക്കെ കഷ്ടപ്പെടുത്തിയതിനുള്ള കണക്ക് എന്തായാലും നല്ലത് തന്നെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെയാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അച്ചമ്മയാണെങ്കിൽ ശ്രുതിയെ നിലത്ത് നിർത്താതെ പണിയെടുപ്പിക്കുന്നുണ്ട്. ചന്ദ്ര എന്തായാലും തൻ്റെ തടിയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്